നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിർത്തിയിട്ടിരുന്ന തടിലോറിയുടെ പിന്നിൽ ബൈക്കിടിച്ചു കയറി അപകടം, യുവാവിന് ദാരുണാന്ത്യം. കോട്ടയം സ്വദേശി അനന്തുചന്ദ്രനാണ് മരിച്ചത്. അപകടമുണ്ടായത് ബുധനാഴ്ച പുലർച്ചെ വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷന് സമീപം. മൂവാറ്റുപുഴ നഗരസഭയിൽ വികസന മുരടിപ്പ്, ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും സംഘടിപ്പിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ബഹുജനങ്ങൾ പങ്കെടുത്തു. CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി മധുര ദേശീയപാത വികസനം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മന്ത്രിമാരെന്ന് ഡീൻ കുര്യാക്കോസ് MP. റോഷി അഗസ്റ്റിനും AK ശശീന്ദ്രനും വിഷയത്തിൽ കൈകടത്തി പ്രഹസന നാടകം നടത്തുന്നു, മാപ്പ് പറയണമെന്ന് MP. ദേശീയ കായിക ദിനം മാരത്തോൺ സംഘടിപ്പിച്ച നിർമ്മല പബ്ലിക് സ്കൂൾ. പത്മശ്രീ ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 700ഓളം പേർ പങ്കെടുത്തു. ആനിക്കാട് ചിറപ്പടിയിൽ ജലസുരക്ഷാ പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ട്രാഫിക് SHO KP സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. പരിപാടി സംഘടിപ്പിച്ചത് ഐഡിയൽ റിലീഫ് വിങ്ങിന്റെ നേതൃത്വത്തിൽ. മൊടവൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നടത്തിയത് നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ. ഉദ്ഘാടനം ചെയ്ത സൊസൈറ്റി പ്രസിഡന്റ് KP ജോയി. വാർത്തകൾ വിശദമായി. വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന തടിലോറിയുടെ പിന്നിൽ ബൈക്കിടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ കോട്ടയം സ്വദേശി അനന്തുചന്ദ്രനാണ് മരിച്ചത്. വെള്ളൂർക്കുന്നത്ത് നിർത്തിയിട്ടിരുന്ന തടിലോറിയുടെ പിന്നിൽ ബൈക്കിടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പെരുമ്പാവൂർ MC റോഡിൽ വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷന് സമീപമുണ്ടായ അപകടത്തിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ കോട്ടയം പാമ്പാടി സ്വദേശി ആലുങ്കൽ പറമ്പിൽ അനന്തുചന്ദ്രനാണ് മരിച്ചത്. ടയർ പഞ്ചറായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന തടിലോറിയുടെ പിന്നിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അനന്തുവിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനന്തുവിനെ പേടിക്കാപ്പള്ളി സ്വദേശി ഷൌക്കത്ത്, ലോറി ഡ്രൈവർ എന്നിവർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മൂവാറ്റുപുഴ നഗരസഭയിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും സംഘടിപ്പിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ബഹുജനങ്ങൾ മാർച്ചിൽ പങ്കെടുത്തു. CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് ഉദ്ഘാടനം ചെയ്തു. UDF നേതൃത്വം നൽകുന്ന മൂവാറ്റുപുഴ നഗരസഭയിലെ വികസന മുരടിപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ നഗരസഭാ കാര്യാലയത്തിലേക്ക് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും സംഘടിപ്പിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ബഹുജനങ്ങൾ പങ്കെടുത്ത മാർച്ച് മൂവാറ്റുപുഴ TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് ഉദ്ഘാടനം ചെയ്തു. എത്ര നാളായി നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ പോകുന്നു. ഒരു മണ്ഡലത്തിന് ഫണ്ട് അനുവദിക്കപ്പെട്ടാൽ അത് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കിട്ടിയാൽ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്ന ഉത്തരവാദിത്വത്തിന് വേണ്ടിയല്ലേ ഒരു MLA തെരഞ്ഞെടുക്കപ്പെടുന്നത്. നിങ്ങൾ സമീപ പ്രദേശത്തുള്ള MLA-മാരെ നോക്കിക്കോളൂ. ഞങ്ങളുടെ MLA-മാരെ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ പറയും അത് ഞങ്ങളുടേതാണ്, അതുകൊണ്ട് പ്രത്യേക സൗകര്യം കിട്ടിയതാണെന്ന് പറയും. നിങ്ങൾ തൊടുപുഴ നോക്കിക്കോളൂ. TJ ജോസഫിന്റെ മണ്ഡലം തൊട്ട് ചേർന്നുള്ള സ്ഥലമല്ലേ. വികസന കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് തുടർച്ചയിൽ ഈ സമയത്ത് നടന്ന പ്രവർത്തന പദ്ധതികൾ എങ്ങനെയാണ് സമയബന്ധിതമായി തീർന്നത് എന്ന് നോക്കിക്കോളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? ഒരു ഗവൺമെന്റ് ഒരു നാടിനെ സഹായിക്കാനുള്ള പദ്ധതിക്ക് പണം തരാൻ തയ്യാറായാൽ ആ കിട്ടിയ പണം സമയബന്ധിതമായി ഫലപ്രദമായി വിനിയോഗിക്കാൻ ആവശ്യമാവുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ചലിപ്പിച്ചത് നടപ്പാക്കാനുള്ളതിന്റെ ഉത്തരവാദിത്വം MLA-ക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികൾക്കുമുണ്ട്. അതല്ലേ ശരി? ആ കടമ നിർവഹിക്കാത്തതിന്റെ പാപഭാരം ഈ നാടിന്റെ ജനതയാകമാനം അഭിമുഖീകരിക്കുന്നതല്ലേ ഇപ്പോൾ കാണുന്നത്. CPI മുനിസിപ്പൽ സെക്രട്ടറി KP അലിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ LDF നേതാക്കളായ PR മുരളീധരൻ, അനീഷ് M മാത്യു, ജോളി പൊട്ടയ്ക്കൽ, UR ബാബു, സജി ജോർജ്, ഇമ്മാനുവൽ പാലക്കുഴി, MA സഹീർ, KG അനിൽകുമാർ, R രാഗേഷ്, PB അജിത് കുമാർ, ഇബ്രാഹിം കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മന്ത്രി റോഷി അഗസ്റ്റിനും AK ശശീന്ദ്രനുമെതിരെ ഡീൻ കുര്യാക്കോസ് MP. കൊച്ചി മധുര ദേശീയപാതയുടെ പേര് പോലും തെറ്റായി പറഞ്ഞുവെന്നും ദേശീയപാതയുടെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തിന്റെ വികസനത്തിന് തടസ്സം സംസ്ഥാന സർക്കാരും വനംവകുപ്പുമാണെന്ന് MP ആരോപിച്ചു.
ദേശീയപാതയുടെ പേര് പോലും മന്ത്രിമാർ തെറ്റായാണ് ഉപയോഗിച്ചത്. വനംവകുപ്പിനും ജലവിഭവ വകുപ്പിനും യാതൊരു അധികാരവുമില്ലാത്ത ഒരു കാര്യത്തിന് അനാവശ്യമായി കൈകടത്തി പ്രഹസന നാടകം നടത്താതെ രണ്ടും മന്ത്രിമാരും ചേർന്നുണ്ടാക്കിയ പ്രതിസന്ധിയുടെ പേരിൽ മാപ്പ് പറയണമെന്ന് MP ആവശ്യപ്പെട്ടു. ദേശീയ കായിക ദിനാഘോഷത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ മാരത്തോൺ സംഘടിപ്പിച്ചു. പത്മശ്രീ ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിവിരുദ്ധ സന്ദേശം ആലേഖനം ചെയ്ത ജേഴ്സികൾ അണിഞ്ഞ കായിക താരങ്ങൾ ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി അങ്കണത്തിൽ നിന്ന് നിർമ്മല പബ്ലിക് സ്കൂൾ മൈതാനത്തേക്കാണ് മാരത്തോൺ നടത്തിയത്. രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 700ഓളം പേർ പങ്കെടുത്തു. പൊതുസമ്മേളനം എറണാകുളം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. ആനിക്കാട് ചിറപ്പടിയിൽ ജലസുരക്ഷാ പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ട്രാഫിക് SHO KP സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടത്തുന്ന ജലസുരക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായി ഐഡിയൽ റിലീഫ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ആനിക്കാട് ചിറപ്പടിയിൽ ജലസുരക്ഷാ പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന മുങ്ങിമരണങ്ങളും ജല അപകടങ്ങളും മുന്നിൽ കണ്ട് സാധ്യമായ ഉപകരണങ്ങൾ വെച്ച് രക്ഷാപ്രവർത്തനം നടത്തേണ്ടതിന്റെ ആവശ്യകത സമൂഹത്തിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ ട്രാഫിക് SHO KP സിദ്ദിഖ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളമൊട്ടാകെ ദുരന്ത മേഖലയിലും എല്ലാം അത്യധികം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഐഡിയൽ റിലീഫ് എന്ന സംഘടന അതിൻ്റെ ഒരു ബ്രാഞ്ച് എന്ന രീതിയിൽ നമ്മുടെ മൂവാറ്റുപുഴ ഒരു നീന്തൽ പരിശീലനവും വെള്ളത്തിൽ അകപ്പെട്ട് മുങ്ങിത്താഴുന്ന ആളുകൾക്ക് എങ്ങനെ രക്ഷപ്പെടുത്താമെന്നൊരു സിമ്പിൾ ഐഡിയ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നടത്തുന്ന ഈ പ്രോഗ്രാം വളരെ പൈസ മുടക്കില്ലാതെ ഒരു ചെറിയ കയറിലും അതുപോലെ ഒരു ചെറിയ കുപ്പിയിൽ വെള്ളം നിറച്ച് നീന്തലറിയാത്ത ആളുകൾ മുങ്ങിത്താഴുന്നത് കാണുമ്പോൾ ഇതിൽ ഒഴുക്കുള്ള സ്ഥലത്താണെങ്കിൽ നീന്തൽ അറിയാവുന്ന ആളുകൾ അതിനകത്ത് ചാടിയാൽ പോലും അപകടം എത്തുന്ന സംഭവത്തിൽ നമുക്ക് പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു കയറോ വള്ളിയോ അല്ലെങ്കിൽ ഈവൻ ഒരു തുണിയെങ്കിലും ഒന്ന് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു വാട്ടർ ബോട്ടിൽ എവിടെ നമുക്ക് കിട്ടും ആ വാട്ടർ ബോട്ടിൽ കുറച്ച് വെള്ളം നിറച്ച് കെട്ടി അയച്ചു കൊടുത്താൽ എറിഞ്ഞു കൊടുത്താൽ അത് ഒരു മാക്സിമം പോസിബിലിറ്റിയിലൂടെ ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഈ IRW എന്ന സംഘടന ഇവിടെ നമ്മൾ കാഴ്ചവെക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട്. കാരണം ഈ ഐഡിയ ഇപ്പോഴാണ് ഞങ്ങൾക്കും കിട്ടി തുടങ്ങിയത്. ഞങ്ങൾക്കും ഇത് കുറച്ചുകൂടി ആളുകളിലേക്ക് അവയർനെസ് എത്തിക്കാൻ കഴിയും. ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിലുള്ള ഇടുക്കി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം അംഗങ്ങൾ മൂവാറ്റുപുഴയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സജീവമായ മാധ്യമപ്രവർത്തകനായ നെൽസൺ പനിക്കൽ, കുട്ടപ്പായി തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ പരിസരത്ത് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ജലസുരക്ഷാ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും ഇതോടൊപ്പം നൽകി. കൊടവൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് KP ജോയ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസ്സി അധ്യക്ഷത വഹിച്ചു. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തകളിലേക്ക് കർഷകരിൽ നിന്ന് റംബൂട്ടാൻ സംഭരിക്കണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം. റംബൂട്ടാൻ പഴത്തിന്റെ വിലയിടിവിനെ തുടർന്ന് ഓഗസ്റ്റ് 17 മുതൽ ഹോർട്ടികോർപ്പ് വഴി റംബൂട്ടാൻ കിലോഗ്രാമിന് 140 രൂപ നിരക്കിൽ സമാഹരിച്ചു വരികയാണ്. നൂറുകണക്കിന് കർഷകർ ഉത്പാദിപ്പിച്ച റംബൂട്ടാൻ വിൽക്കാൻ വിപണിയില്ലാത്തത് വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനവും വിലയിടിവും കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയപ്പോൾ കർഷകരെ സഹായിക്കാൻ സംസ്ഥാന കൃഷിവകുപ്പ് നടത്തിയ സംഭരണം കർഷകർക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മാത്രം ആയിരക്കണക്കായ കർഷകരുടെ കൃഷിയിടങ്ങളിൽ റംബൂട്ടാൻ വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ്. ഓണവിപണിയിൽ കൃഷിവകുപ്പ് നേതൃത്വം നൽകുന്ന ഓണച്ചന്തകൾ വഴി റംബൂട്ടാൻ വിൽപ്പനയ്ക്ക് സൗകര്യമൊരുക്കിയാൽ കർഷകർക്ക് വലിയൊരളവ് സഹായകരമാകും. ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധയുണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് എൽദോ എബ്രഹാം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദിന് കത്ത് നൽകിയത്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴയിൽ സൗജന്യ ഡയാലിസിസ് സെപ്റ്റംബർ 1 മുതൽ 30 വരെ. സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ലക്ഷ്യ ഡയാലിസിസ് സെന്ററിൽ സൗജന്യ ഡയാലിസിസ് സേവനം സെപ്റ്റംബർ 1 മുതൽ 30 വരെ നൽകുന്നു. ഡയാലിസിസിന് ഉപയോഗിക്കുന്ന മരുന്നുകളും ഡയാലിസിസ് കിറ്റും തികച്ചും സൗജന്യമാണ്. രക്തം പരിശോധിച്ച റിപ്പോർട്ടും ഡിസ്ചാർജ് സമ്മറിയുമായി വന്ന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ഉത്സവബത്ത വിതരണം 30-ന്. മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിലിന് കീഴിലുള്ള അംഗ ലൈബ്രറികളിലെ ലൈബ്രറിയന്മാർക്കും വനിതാ വയോജന പുസ്തക വിതരണ കേന്ദ്രത്തിലെയും താലൂക്ക് റഫറൻസ് ലൈബ്രറിയിലെ ലൈബ്രറിയന്മാർക്കും ഇക്കുറി 2200 രൂപ വീതം ഓണം ഉത്സവബത്തയായി നൽകും. ഈ വർഷം 200 രൂപ വർദ്ധിപ്പിച്ചാണ് നൽകുന്നത്. 30-ന് മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്ക് ഹാളിൽ ലൈബ്രറിയന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള ഓണാഘോഷ പരിപാടിയിൽ ഓണം ഉത്സവബത്തിയുടെ ചെക്ക് വിതരണം ചെയ്യും. മൂവാറ്റുപുഴ താലൂക്കിൽ 68 ലൈബ്രറിയന്മാർക്കാണ് ഓണം ഉത്സവബത്തിയായി 2200 രൂപ വീതം നൽകുന്നതെന്ന് താലൂക്ക് പ്രസിഡന്റ് ജോഷീസ് കറിയ, സെക്രട്ടറി CK ഉണ്ണി എന്നിവർ പറഞ്ഞു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ
Theatre, Kodamangalam, near St. Peter's, Kolanjeri, Kidakkambalam Road, Pattimattam, Panachiyam Road, Odakali. ഈസ്റ്റ് മറാടി പള്ളിക്കവല പാലമരിൽ PS കരീം നിര്യാതനായി. ഖബറടക്കം നടത്തി ഭാര്യ ഐഷമോൾ, മക്കൾ MK അജി, MK ആസാദ്, മരുമക്കൾ റജീന, ഷമീന. തോട്ടംചേരി ഒഴുകപ്പറമ്പിൽ വള്ളോച്ചേരി നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 11-ന് വീട്ടുവളപ്പിൽ നടത്തപ്പെട്ടു. ഭാര്യ ആറ്റ, മക്കൾ മണി, രാജപ്പൻ, രവി, സാജു, ബിജു, പരേതനായ കൃഷ്ണൻകുട്ടി, മരുമക്കൾ വിലാസിനി, സുനിത, ഷിംല, ബ്രോണിയ, ദിവ്യ, നിജ. ജെയ്കോ ജുവൽസ് തൊടുപുഴ, ഇടപ്പള്ളി, കോതമംഗലം, പോത്താനിക്കാട്. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.